എല്ലാവർക്കും യമ്മി റെസിപ്പീസ് 20ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അതിനകത്ത് സ്പെഷ്യൽ എന്ന് പറയാൻ നമ്മൾ സ്പെഷ്യലായിട്ടൊരു ഇൻഗ്രീഡിയൻസ് നമ്മൾ അരച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. ഈ ടേസ്റ്റ് ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് നമുക്ക് മലയാളികൾക്ക് ഈ ടേസ്റ്റ് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അന്നേരം നമ്മുടെ ഈ നാടൻ ചിക്കൻ കറിക്ക് വേണ്ടി, നാടൻ എന്ന് പറയാൻ പറ്റത്തില്ല, സ്പെഷ്യൽ നാടൻ ചിക്കൻ കറിക്ക് വേണ്ടി നമ്മൾ സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാം. എളുപ്പത്തിലൊരു കറി നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ സബോളയെല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ 3 സബോളയാണ് എടുത്തത്. 3 സബോള വഴന്നു വന്നപ്പം ഒരു സബോളയുടെ എത്ര ഉള്ളൂ, ഒരു 3/4 കിലോയ്ക്ക് ഞാൻ ഒരു 3 സബോള, ഒരു മീഡിയം സൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ കൂടെ ഞാൻ മസാല വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, നമ്മുടെ ഒരു 1/2 ടേബിൾ സ്പൂൺ കൊത്തമല്ലിയും, നമ്മുടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിലൊന്ന് ഞാൻ അരച്ചെടുത്തതാണ്. അത് ഞാൻ ഈ കറിക്കൂട്ടിലേക്ക് ഇടുവാണ്. എന്നിട്ട് നമ്മുടെ മല്ലിപ്പൊടി ഉപയോഗിക്കുന്നതിന് പകരം കൊത്തമല്ലി കയ്യിലുണ്ടെങ്കിൽ അതിടാമെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. അത് ഞാൻ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇത്ര ഉള്ളതായിട്ട് തോന്നുന്നത്. ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇത് നമ്മുടെ മുളകൊന്നും കരിയാതെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. മുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ഗ്രേവിയെല്ലാം നമ്മുടെ മുളകിൻ്റെ ഇതെല്ലാം മണമെല്ലാം മാറി, പച്ചമണമെല്ലാം മാറി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇടാം. ഞാനിപ്പം ചിക്കൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുരട്ടി വെച്ചിരുന്നതാണ്, കഴുകി. അതാണ് ഞാൻ ഇടുന്നത്. അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാൻ വേറെ. ഇനി നമുക്ക് നല്ലപോലെ നമ്മുടെ ഗ്രേവിയിലേക്കൊന്ന് പിടിപ്പിക്കാം. വെള്ളമൊന്നും ഇപ്പോൾ ഒഴിച്ച് കൊടുക്കരുത്. നമ്മുടെ ചിക്കൻ്റെ വെള്ളം ഇറങ്ങും. നല്ലപോലെ ഒന്ന് ഗ്രേവി ആയിട്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് അതിലേക്ക് ഞാൻ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഞാൻ ഇടുവാണ്. നമ്മുടെ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കിടാം. കറിവേപ്പിലയും കൂടെ ഇടാം. അതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി വെക്കാം. ഇതിലേക്ക് ഞാനൊരു മീഡിയം സൈസായിട്ട് കട്ട് ചെയ്ത ഒരു കിഴങ്ങാണ്, അതുകൂടെ ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഒരു ചിക്കൻ്റെ കൂടെയുള്ള കിഴങ്ങ് കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ കിഴങ്ങ് ആഡ് ചെയ്തത്. നിങ്ങൾക്കത് ഇത് ഓപ്ഷനിലാണ്. കിഴങ്ങ് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് ചേർക്കണ്ട. മീഡിയം ഫ്ലെയിമിൽ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഒരു 2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ ആ ഗ്രേവിക്കകത്തും എണ്ണയിലും ഒക്കെ ഇട്ടങ്ങ് വഴറ്റുമായിരുന്നു. ഈ പ്രോസസ്സ് ചെയ്യണം, എന്നാലേ നമ്മുടെ ആ ചിക്കൻ ആ ടേസ്റ്റ് വരത്തുള്ളൂ. ഉടനെ നമ്മൾ ഇട്ടേച്ച് മൂടി വെക്കരുത്. നമ്മുടെ ആ ചിക്കൻ ആ ഗ്രേവിയിലെല്ലാം ഒന്ന് പിടിച്ച് ചെറുതായിട്ട് ആ എണ്ണയിലൊന്ന് വാടി വരണം. നമ്മൾ വറക്കുന്നില്ല, ചിക്കൻ വറക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് നമ്മൾ ആ എണ്ണയിലിട്ട് തന്നെ അതൊന്ന് വാട്ടുന്നത്. അതിന് ശേഷം ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ഞാനങ്ങനെ ചെയ്തു. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് ചെയ്തത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഗ്രേവിയെല്ലാം നല്ലപോലെ ചിക്കനെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതീയിൽ ഇത് മൂടി വെക്കാം. വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ എണ്ണയൊക്കെ ഇറങ്ങുന്ന കാണാമായിരിക്കില്ല. നമ്മുടെ ചിക്കനിൽ തന്നെ എണ്ണയും ഇതെല്ലാം ഇറങ്ങുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ചേക്ക് നമുക്ക് ചെറുതീയെ ഫ്ലെയിം ഇനി ഞാൻ കുറയ്ക്കുവാണ്. നമ്മുടെ ഇപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മുടെ ചിക്കൻ മൂടി വെച്ചിട്ട് നമ്മുടെ ചിക്കനെ നമ്മൾ ഇച്ചിരി പോലും വെള്ളം ചേർത്തിട്ടില്ല. നമ്മുടെ ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. കാണാമല്ലോ അല്ലേ? നമ്മുടെ ചിക്കനിൽ നിന്നാണ് ഈ വെള്ളമെല്ലാം ഇറങ്ങിയിരിക്കുന്നത്. നമുക്കൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ പൊടിയാതെ വേണം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ അധികം ഗ്രേവി ഇല്ലാത്ത കറിയാണ്. ഇത് നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അധികം ഗ്രേവി ഇല്ല, എന്നാൽ ഒരു നല്ല തിക്കായിട്ടുള്ളൊരു ഡ്രൈ ഗ്രേവി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി ഇതിന് നമുക്കൊരു 5 മിനിറ്റത്തേക്കും കൂടെ ആവശ്യമുള്ളൂ. നമ്മുടെ കിഴങ്ങ് കൂടെ ഒന്ന് വെന്താൽ മതി. അതുവരെ നമുക്ക് ഒന്നുകൂടെ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ.
നമുക്കിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് മൂടിയൊന്ന് തുറന്നു. അപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അധികം ഗ്രേവിയൊന്നുമില്ല. ഇനി അഥവാ ഈ സമയത്ത് ഇനി ഗ്രേവി വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഇപ്പം നമുക്ക് ഇതിനകത്ത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങും എല്ലാം വെന്തു. നല്ല ഈ ഒരു പരുവത്തിൽ കിഴങ്ങ് വെന്താൽ മതി. ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകണ്ട. നല്ലൊരു കറിയാണ് ഇത്. ചപ്പാത്തിക്കാണേലും ചോറിനാണേലും. അപ്പോൾ നമുക്ക് ഒത്തിരി ചാറൊക്കെ ഉണ്ട് ചോറിന് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒരുപോലെ കഴിക്കാവുന്നൊരു കറിയാണ്. ഇനി ഇതിന് ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ ഒരു തേങ്ങാപ്പാലും കൂടി ചേർക്കാമെങ്കിൽ നമുക്ക് അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്ന തക്കാളി ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കൊരു ചെറിയൊരു പുളിക്ക് വേണ്ടി ഞാൻ അവസാനം ഒരു 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിക്കുന്നുണ്ട്. അതോടെ കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം റെഡിയായി. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ആ കൊത്തമല്ലി നമ്മളൊന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പ് ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ നമ്മുടെ മുളക് പൊടിയൂടെ അരച്ചിട്ട് ഇതുപോലെ ചേർക്കാമെങ്കിൽ നല്ലൊരു നാടൻ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. ഇതിന് നമുക്ക് മല്ലിയിലയൊന്നും ഇടരുത്, കാരണം നമ്മൾ നാടൻ കറിയായിട്ടാണ്. അതിനാണ് ഞാൻ കരിവേപ്പില ഇട്ടിരിക്കുന്നത്. നമ്മുടെ വിനാഗിരി എല്ലാം ഒഴിച്ചു, കറിയെല്ലാം നല്ലതായി. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം. നാടൻ ടേസ്റ്റുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് നല്ലതാണേലും അഴുക്കാണേലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനിയും നല്ല നല്ല വീഡിയോകളിലൂടെ നമുക്ക് വീണ്ടും കാണാം.